ഇന്നിപ്പോൾ രാവിലെ ഉമ്മ റിപ്പണ് വന്നപ്പോൾ സച്ചു റിച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊലിച്ചക്കേക്ക് ഉള്ളത് നോമ്പറക്കുമ്പോഴൊക്കെ ഉള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് മിഠായിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ ബീഫൊക്കെ ഒന്ന് വറവിട്ട് വെക്കുകയാണ്. അവർ നോമ്പ് എടുക്കാനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. പിന്നെ അതാ ഞാൻ ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ടോ കുറേ ക്യാരറ്റുകളുണ്ട്. അപ്പോൾ ക്യാരറ്റും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഇവിടെ പാലില്ലേന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ ക്യാരറ്റും സാധനങ്ങളൊക്കെ ആയിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും പിന്നെ നീർദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇന്ന് ബീഫ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉമ്മാനോട് പത്തിരി ഉണ്ടാക്കാൻ കേട്ടോ പറഞ്ഞത്. പക്ഷേങ്കിൽ ആൾക്ക് പത്തിരി മടുത്തിട്ടോ. ഇത്രയും ദിവസം പത്തിരിയും കുഞ്ഞുപത്തിരിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾ പറഞ്ഞു ഇന്നിപ്പോൾ പത്തിരി വേണ്ട, ദോശ മതി, ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ആൾ പറയും ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇക്കാക്കും ഉമ്മാക്കൊന്നും വലിയ നീർദോശ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്ക്. പക്ഷേ എങ്കിലും നോമ്പ് 9 ആയപ്പോഴത്തേക്ക് അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാരറ്റ് പോളി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ വെന്തോന്നൊക്കെ നോക്കി. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോമ്പ് പറഞ്ഞതിന് ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സെലിക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുവിന് കുറേ അമ്മ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ സച്ചു പോകുന്നതിന് ഇപ്പോൾ ഓനും കൂടി കഴിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഓനും പറഞ്ഞു അടിപൊളി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മളെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കായ്പോളിയും വത്തക്കയും പിന്നെ ഇന്ന് ഇപ്പോൾ ആപ്പിൾ ചാമ്പയ്ക്കാണ് കേട്ടോ. അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയതല്ല, പറിച്ചത് ചെയ്യുന്നു കേട്ടോ റിപ്പണിന്. പിന്നെ ഇതാ ദോശയും അതുപോലെ തന്നെ ബീഫ് വരട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഷമാമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ ജ്യൂസായിട്ട് മുന്തിരി ജ്യൂസ് ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നോമ്പ് ഇറക്കട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ 9ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.